ആ ഒരു ചെറിയ ഭിന്നാഭിപ്രായം കാണുമ്പോൾ പലരും പറയാറുണ്ട്, ദീനൊന്നല്ലേ ഉള്ളൂ, എന്താണ് ഇങ്ങനെ ഭിന്നാഭിപ്രായം? അല്ലെങ്കിൽ യുക്തിവാദികൾ, എന്തൊരു ദീനാണ് നിങ്ങളുടേത്, ധാരാളം ഭിന്നാഭിപ്രായങ്ങളാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യവും വ്യക്തവുമായി കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ എത്ര കൃത്യമായി കൊണ്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള വിശ്വാസവും അവൻ്റെ പ്രവാചകന്മാരെക്കുറിച്ചുള്ള വിശ്വാസവും മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസവും എല്ലാം സ്പഷ്ടമായിക്കൊണ്ട് ഒരു ഭിന്നാഭിപ്രായത്തിനു പോലും വകയില്ലാത്ത രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ കർമ്മപരമായ കാര്യങ്ങളിൽ ഭൂരിഭാഗവും ഭിന്നാഭിപ്രായമില്ലാത്തതാണെങ്കിലും നോമ്പ് പോലെയുള്ള കാര്യങ്ങളിൽ, നമസ്കാരം പോലെയുള്ള കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമില്ലെങ്കിൽ വളരെ വിരളമായ രൂപത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് എന്നതാണ്. അതിനെപ്പറ്റിക്കൊണ്ട് പലരും പറയാറുള്ളത്, ആ ഒരു ചെറിയ ഭിന്നാഭിപ്രായം കാണുമ്പോൾ പലരും പറയാറുണ്ട്, ദീനൊന്നല്ലേ ഉള്ളൂ, എന്താണ് ഇങ്ങനെ ഭിന്നാഭിപ്രായം? അല്ലെങ്കിൽ യുക്തിവാദികൾ, എന്തൊരു ദീനാണ് നിങ്ങളുടേത്, ധാരാളം ഭിന്നാഭിപ്രായങ്ങളാണല്ലോ എന്നൊക്കെ ആക്ഷേപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സംശയത്തിനോ ആക്ഷേപത്തിനോ വകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാക്കളെക്കുറിച്ച്, പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണ്? അൽ അംബിയാഉ ഇഖ്വത്തുൻ ലിഅല്ലാത്തിൻ. പ്രവാചകന്മാരെന്ന് പറയുന്നത് അല്ലാത്തായിട്ടുള്ള സഹോദരന്മാരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഉമ്മഹാത്തുഹും ശത്ത വദീനുഹും വാഹിദ്. അവരുടെ മാതാക്കൾ വ്യത്യസ്തമാണെങ്കിലും അവരുടെ ദീനൊന്നാണ്. പ്രവാചകന്മാരെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തരാനാണ്, ഉമ്മത്തിന് തൗഹീദ് പഠിപ്പിച്ചു തരാനാണ്. എന്നാൽ അവർക്ക് കർമ്മപരമായ കാര്യങ്ങളിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഖൗമിന് പഠിപ്പിച്ചു കൊടുത്ത നോമ്പല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമിന് പഠിപ്പിച്ചു കൊടുത്തത്. അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്ത് അനുസരിച്ച് പല ആളുകൾക്കും വ്യത്യസ്തപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ടൊരിക്കലും മൂസ അലൈഹിസ്സലാമയുടെ ദീനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനും ഒന്നും ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്, പ്രകൃതിദത്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. തീർച്ചയായും ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്തുൻ. അതിനിടയിൽ ചില സംശയപരമായ കാര്യങ്ങൾ ഉണ്ടാകും. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. അത് പല ആളുകൾക്കും അറിയില്ല. ഇനി ആരെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മത കാണിച്ചാൽ ഇസ്തബറഅ ലിദീനിഹി വഇർദിഹി. അവൻ അവൻ്റെ ദീനിനെ തൊട്ടും അതേപോലെ തന്നെ അവൻ്റെ അഭിമാനത്തെ തൊട്ടും അവൻ സംരക്ഷിച്ചിരിക്കുന്നു. അവൻ അത്തരത്തിലുള്ള സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് അവന് ഏറ്റവും നല്ലത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ,
ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ ഒരാളുടെ പ്രകൃതിയാൽ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരാളോട് പറയുകയാണ്, നീ നിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടേ അസർ നമസ്കരിക്കാൻ പാടുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വയറിന് ശേഷം ഞാൻ അവനെ വിളിച്ചിട്ട് പറയാണ്, നീ എന്തായാലും ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകണം, അസർ വീട്ടിലെത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീ എന്തായാലും ഇപ്പോൾ വീട്ടിലേക്ക് പോകണമെന്നതാണ്. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അഹ്സാബ് ദിവസത്തിലാണ് പ്രവാചകൻ അത് പറഞ്ഞത്, നിങ്ങൾ ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫീ ബനി ഖുറൈള, നിങ്ങൾ ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിങ്ങൾ അസ്ർ നമസ്കരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ വഴിയിൽ നിന്ന് നമസ്കരിച്ചു. അവർ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എത്രയും പെട്ടെന്ന് പുറപ്പെടാനുള്ള പ്രോത്സാഹനത്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു, അങ്ങനെയല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ അവിടെ എത്തിയിട്ട് നമസ്കരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ 2 രൂപത്തിൽ ചിന്തിക്കാൻ വകയുണ്ട്. ആ 2 രൂപത്തിലും ചിന്തിക്കുമ്പോൾ അവിടെ പ്രശ്നമുണ്ടാകുന്നില്ല. ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത് രണ്ടും തെറ്റായിരിക്കാം, ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത് രണ്ടും ശരിയായിരിക്കാം. ഇനി 2 ആളുകൾ 2 രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ശരിയാകാനും രണ്ടും തെറ്റാകാനും വകയുണ്ട്. ചിലപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് ഏറ്റവും ശരിയാകാനും മറ്റേത് അത്ര അങ്ങോട്ട് പോരാ എന്ന് നമുക്ക് പറയാനൊക്കെ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഇസ്ലാമിലെ ഖിലാഫുകൾ, ഇഖ്തിലാഫാത്തുകൾ, ഭിന്നാഭിപ്രായങ്ങൾ വളരെ കുറവാണ്. കൂടുതലും ഇത്തിഫാഖുള്ള ഏകാഭിപ്രായമുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, വളരെ കുറവാണ്. എന്നിട്ട് പോലും അത്തരത്തിലുള്ള പല ദുശ്ചിന്തകളും ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുവാൻ പല ആളുകളും ഇന്ന് പരിശ്രമിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം വിഷയങ്ങളിൽ ഒരാൾ ഇജ്തിഹാദ് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്താണ് വിധി എന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിപ്പുറപ്പെടുകയും ഫഅസാബ അവന് ശരിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലഹു അജ്റാൻ, അവന് 2 പ്രതിഫലമുണ്ട്. ശരിയായതിൻ്റെ പ്രതിഫലവും അവൻ ഇതിനു വേണ്ടി പരിശ്രമിച്ചതിൻ്റെ പ്രതിഫലവുമുണ്ട്. വ ഇനി ജിത്തഹദ, ഇനി ഒരാൾ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, എന്നിട്ട് അഖ്ത അവന് തെറ്റുപറ്റി, ഫലഹു അജ്റുൻ, അവനൊരു പ്രതിഫലമുണ്ട്. അവൻ അങ്ങനെ പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഒരിക്കലും ദീനിനെതിരാകുന്നില്ല, ഒരിക്കലും ദീനിനെ പൊളിച്ചു കളയുന്നതല്ല, ദീനിനൊരിക്കലും ബലം കുറക്കുന്നതല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രകൃതിദത്തമായ ആ ഒരു ദുർബലത കണ്ടുകൊണ്ട് നമുക്ക് അഫുവാക്കി തന്ന, നമുക്ക് മാപ്പാക്കി തന്ന ഒരു കാര്യമാണ് എന്നതാണ് കൃത്യമായി കൊണ്ട് പ്രവാചകൻ്റെ വചനങ്ങളിലൂടെയും ഖുർആനിക വചനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ എങ്ങനെയാണോ അവൻ്റെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അവർ മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും പിൻപറ്റുന്നവരായി നമുക്ക് മാറുവാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല മുസ്ലിമായിക്കൊണ്ട് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.